ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽ തുടങ്ങിയപ്പോഴേ കൊടും വേനലായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. കിണറുകളിലെയും തോടുകളിലെയും എല്ലാം വെള്ളം കണ്ടമാനം വറ്റി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കിട്ടാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് നമുക്ക് കുറഞ്ഞു. അതുമാത്രമല്ല, നമ്മളെപ്പോലുള്ള സാധാരണക്കാരിൽ അധികം പേരും ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും മണ്ണ് നിറച്ചിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. അങ്ങനെയുള്ള ചെടികളുണ്ടല്ലോ, ഈ കൊടും ചൂട് കിട്ടുന്ന അവസരത്തിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ചെടികൾ നമ്മളിപ്പോൾ ടെറസിലൊക്കെ കൃഷി ചെയ്യുമ്പം നമ്മുടെ ചെടികൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാനൊരു കിടിലൻ പരിപാടിയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സൂപ്പർ ട്രിക്കാണേ. ഞാൻ ഈ ബക്കറ്റിനകത്താണ് ചെടി നടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ബക്കറ്റുകൾക്കകത്തും പാത്രങ്ങൾക്കകത്തും ഒക്കെ നടുമ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന അധികമായി വരുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള ഹോളിൻ്റെ സൗകര്യം കൊടുക്കണം. ഇത് കണ്ടോ, ഇപ്പം ഞാൻ ഈ ഭാഗത്തായിട്ടൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ സൈഡിലും ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാത്രമാണേ. അപ്പം ഞാൻ ഇതിനകത്ത് നിറയ്ക്കാനുള്ള മണ്ണ് നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഈ വേസ്റ്റൊക്കെ കൂടെ ചേർത്തിട്ടുള്ളൊരു മണ്ണാണേ. ശരിക്കും പറഞ്ഞാൽ നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. കണ്ടോ, ചക്കമടലൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നതാണത്. പലതും ഇതിനകത്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ഇളക്കമുള്ള നീർവാർച്ചയുള്ള നല്ല മണ്ണാണേ. അത് അലിയാത്ത സാധനം നമുക്കങ്ങ് കളഞ്ഞേക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും കൂടെയാണേ. ചകിരിച്ചോറോ അല്ലെങ്കിൽ ഉമിയോ ചേർത്താൽ മതി. ഈ ഉമി ചേർക്കുമ്പം നല്ലോണം വെള്ളം ഇതിനകത്ത് തങ്ങി നിൽക്കാതെ ഒഴുകിപ്പോകും, മണ്ണിനെ ഇളക്കമുള്ളതാക്കി നിർത്തുകയും ചെയ്യും. ഇപ്പോൾ ഈ മണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ട പിടിച്ചു പോകുന്ന മണ്ണല്ല. അപ്പം ഞാൻ ഇതിനകത്ത് ചകിരിച്ചോറ് ചേർക്കുന്നുണ്ട്. ഉമി ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചകിരിച്ചോറ് ചേർക്കുന്നത്. ഈ ചകിരിച്ചോറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മണ്ണിനകത്ത് ഇളക്കം നിലനിർത്താനും നനവ് പിടിച്ചു നിർത്താനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ രണ്ട് സാധനവും കൂടെ ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ നമ്മളിത് ഇതിനെ നല്ലോണം ഇളക്കി ചേർക്കണം. മണ്ണ് നല്ലപോലെ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും, ഞാൻ ഈ 3 സാധനങ്ങൾ മാത്രമാണ് പോട്ടിംഗ് മിക്സിനകത്ത് ചേർക്കുന്നത്. ചകിരിച്ചോറോ അല്ലെങ്കിൽ ഉമിയോ മാറി മാറി ചേർക്കാറുണ്ട്. ചകിരിച്ചോറും ഉമിയും കൂടെ പകുതി ചേർത്താലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3:1:1 അനുപാതം ഉപയോഗിക്കുന്നത്. 3 പാത്രം മണ്ണുള്ളപ്പം 1 പാത്രം ചകിരിച്ചോറും 1 പാത്രം ചാണകപ്പൊടിയും എന്നാണ് നമ്മുടെ കണക്ക്. അപ്പം നമ്മളിത് ഇതിനെ നല്ലോണം കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് വെച്ച് കേട്ടോ. ഇനി നമുക്ക് പാത്രം നിറയ്ക്കാം. നമ്മളിത് നമ്മുടെ പാത്രത്തിനകത്ത് വെള്ളം വാർന്നു പോകാനിട്ടിരിക്കുന്ന ഹോള് ഈ ചെറിയ ഓടിൻ്റെ കഷ്ണം ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കുവാണേ. കണ്ടോ, ഇങ്ങനെ അടച്ചു വെക്കണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം മണ്ണ് ഇതിനകത്തുനിന്ന് ഊർന്നൊഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വശങ്ങളിൽ മാത്രമാണ് ഞാനിതിന് ഹോളിട്ടിരിക്കുന്നത്, അടിയിലിട്ടിട്ടില്ല. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ആദ്യം കുറച്ച് ഉണങ്ങിയ ഇലകൾ കുറച്ചേ ഇടുന്നുള്ളേ. കണ്ടോ, ഇതേപോലെയുള്ള ഉണങ്ങിയ ഇലകളെ ഞാൻ വളരെ കുറച്ച് മാത്രം, എന്നാണെന്നറിയോ, നമ്മളിതിൻ്റെ മുകളിലോട്ടിടുന്ന മണ്ണ് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം കുറച്ച് മാത്രം ഉണങ്ങിയ ഇലകൾ ഇട്ടിരിക്കുന്നത്. ഇനി ഈ ഉണങ്ങിയ ഇലകളുടെ മുകളിലോട്ടാണ് നമ്മൾ ഈ വേനൽക്കാലത്തെ കൃഷിക്ക് വേണ്ടുന്നൊരു പ്രത്യേക പരിപാടി ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് തേങ്ങ പൊതിച്ച് കിട്ടുന്ന ചകിരിയും തൊണ്ടും കൂടെയാണേ. അപ്പോൾ ഇവരെ നമ്മൾ ഇതിനകത്തോട്ടിങ്ങനെ വെള്ളം വാർന്നു പോകാവുന്ന ഒരു രീതിക്ക് വേണം വെക്കാൻ. കണ്ടമാനം വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതുപോലത്തെ ഉണ്ടല്ലോ, ഇതുപോലത്തെ ചകിരിയുടെ പീസുകൾ എവിടെ ഇട്ടാലും കുഴപ്പമില്ല, നടുക്കിട്ടാലും സൈഡിലിട്ടാലും എല്ലാം വെള്ളം ഊർന്നു പോകും. അപ്പോൾ ഇതുപോലെയുള്ളവ സൈഡിൽ മാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്ങാനും വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഒരു കുറച്ച് മാത്രം ചകിരി കഷ്ണം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ചും കൂടെ ഉണങ്ങിയ ഇലകൾ ഇടണം. ഇപ്പോൾ ഈ ചകിരി ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിനെ ഇവർ പിടിച്ചു നിർത്തും, ഹോൾഡ് ചെയ്ത് നിർത്തും. ഈ പാത്രത്തിൻ്റെ ചുവട്ടിൽ നനവും തണുപ്പും നിലനിൽക്കും. നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് എപ്പോഴും വേണ്ടത് നനവും തണുപ്പുമാണ്, വെള്ളം കെട്ടി നിൽക്കുന്നതല്ല. വെള്ളം കെട്ടി നിന്ന ചെടി പെട്ടെന്ന് ചീഞ്ഞഴുകിപ്പോവും. അങ്ങനെ പോകാതെ എന്നാൽ നനവും തണുപ്പും നമുക്ക് നിലനിർത്തുകയും വേണം. അതിനാണ് ഈ സൂപ്പർ വിദ്യ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ചും കൂടെ ഉണങ്ങിയ ഇലകളെ ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ
മണ്ണിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കും ദേ ബക്കറ്റ് കണ്ടോ നിറയാറായി, ഇനി ഇതിനകത്ത് എന്നാ മണ്ണിടാനാണ് എന്ന് വിചാരിക്കും. നമുക്കിപ്പോൾ ആദ്യ സമയത്ത് എത്രയാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചേർക്കേണ്ടി വരുന്ന മണ്ണിൻ്റെ അളവ് കുറവായിരിക്കും. ഇത് നമ്മൾ ഈ മിക്സ് ചെയ്ത മണ്ണുണ്ടല്ലോ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ മണ്ണിൻ്റെ അളവ് ഇപ്പോഴിടുന്നത് കുറവാണെങ്കിൽ പോലും ഒരു മാസത്തിനുള്ളിൽ ഇതിനകത്തിട്ടിരിക്കുന്ന ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ താഴേക്ക് ഇരുത്തം വരും. അപ്പം നമ്മളിപ്പം നട്ടു കൊടുക്കുന്ന ചെടിക്കും താഴേക്ക് ഇരുത്തം വരും. അപ്പോൾ അതിന് മുകളിലേക്ക് നമുക്ക് വളവും മണ്ണും എല്ലാം വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇതേ കുറച്ചും കൂടെ മണ്ണ് ചേർക്കാൻ പോവുകയാണേ. ഒരു 1/4 ഭാഗം വരെ, നമ്മുടെ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 1/4 ഭാഗം ഇട്ടാൽ പോലും ഒരു മാസം കഴിയുമ്പോൾ ഇത് പകുതി ഭാഗമായിട്ട് കുറയും. അപ്പം നമ്മളിത് ഇതുപോലെ മണ്ണ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പം വക്കത്തെത്തിയെന്ന് നമ്മൾ വിചാരിക്കും, അതിനൊന്നും കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഇതേ കണ്ടോ താഴ്ന്നുണ്ടോ, ഈ മണ്ണ് താഴേക്ക് കണ്ടോ അളവ് കുറഞ്ഞുണ്ടോ, ഇങ്ങനെ കുറയും. വെള്ളം ചേർക്കുമ്പം ഇതിലും കുറയും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് വെക്കാവേ. അപ്പം ഞാൻ ഇതേപോലെ വെള്ളം ചേർത്ത് വെക്കുക. ഈ വെള്ളം താഴുമ്പോഴത്തേക്കിന് നമുക്കിതിനകത്ത് നടാനുള്ള ചെടി ചെന്ന് പിഴുതെടുത്തുകൊണ്ട് വരാവേ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന കൊത്തമരയുടെ വിത്തുകൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പാകി മുളപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 തൈകളെ മാറ്റി നടാം. ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്. ഈ വെയിലുള്ള സമയത്ത് പരമാവധി ചെടികളെ മാറ്റി നടാതിരിക്കുന്നതാണ് നല്ലത്. വൈകുന്നേരങ്ങളിലാണ് നല്ലത്. പക്ഷേ എനിക്കിപ്പോൾ ഇതിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പിഴുതെടുത്തല്ലേ പറ്റൂ. അപ്പം ഞാൻ ഈ 3 തൈകളെയാണ് എടുക്കാൻ പോകുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചൂടോടെ പറിച്ചെടുക്കണം. വേര് പൊട്ടരുത്, ഒന്നാമത്തെ ചൂട് സമയമാണ്. കണ്ടോ, ഇതേപോലെ നമ്മളിതിനെ പിഴുതെടുക്കും. കണ്ടോ, ഇനി നമുക്കിതിനെ നട്ടു കൊടുക്കാം. ഇനി നമുക്കിത് ഈ പാത്രത്തിനകത്ത് ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചെടിയെ നട്ടു കൊടുക്കാവേ. കണ്ടോ, ഇങ്ങനൊരു നല്ല കുഴി ഉണ്ടാക്കിയിട്ട് നമ്മളതിനെ ഇതിനകത്തേക്ക് നട്ടു കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് നല്ലപോലെ മണ്ണിട്ടിട്ട് ഉറപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ നട്ടതിന് ശേഷം ഇത് ഞാൻ ഇച്ചിരി സ്യൂഡോമോണാസ് കലക്കി വെച്ചിരിക്കുന്നതാണേ. അപ്പം നമുക്ക് അതിനെ ഈ ചെടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല വളർച്ചയും കിട്ടും, അതുപോലെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കിട്ടാനായിട്ട് നല്ലതാണ്. ഇനി നമുക്കിതിനെ എവിടെ വെച്ചാണോ വളർത്തുന്നത് അവിടേക്ക് മാറ്റണം. ഇത് കൊത്തമരയാണേ, സാമ്പാർ അമര എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അതൊക്കെ നല്ല വെയിൽ കിട്ടുന്നിടത്ത് നിന്നിട്ടാണ് നല്ലോണം വളരുന്നത്. പക്ഷേ ഈ കൊടും വെയിൽ ഇപ്പം ചെടിയുടെ ചോട്ടിലെ ഈ മണ്ണയിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ മണ്ണ് ചൂടാകുമ്പം ഇത് മണ്ണയിലോട്ട് ചേർന്ന് നിൽക്കുന്ന തണ്ടിന് പൊള്ളൽ വരും. അങ്ങനെ ചെടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഇതുപോലെ ചെടിയൊക്കെ നട്ടതിന് ശേഷം എന്തെങ്കിലും കുറച്ച് ഉണങ്ങിയ ഇലകൾ കണ്ടോ, ഇതുപോലുള്ള ഉണങ്ങിയ ഇലകൾ കൊടുക്കുകയാണെങ്കിൽ, ഇതിപ്പം മഹാഗണിയുടെയാണേ, അതുകൊണ്ട് ഈ മഹാഗണിയുടെ കാ പൊട്ടുന്നൊരു ഭാഗമാണ്. ഇച്ചിരി കട്ടിയുണ്ടെന്നൊക്കെ ഉള്ളൂ, അത് തടിയുടെ പോലത്തെ സാധനമാണല്ലോ. അപ്പോൾ അത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് മാത്രമാണെങ്കിലും ഒരു ഉണങ്ങിയ ഇലകൾ ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കുന്നത് ഈ വേനൽക്കാലത്ത് വളരെ നല്ലതാണേ. ഈ വേനൽക്കാലം എന്ന് പറയുന്നത് തക്കാളി, അതുപോലെ വെണ്ട കണ്ടോ, ചുവപ്പ് വെണ്ടയുണ്ട്, പച്ച വെണ്ടയുണ്ട്, അതുപോലെ നല്ല മാലാഖ വഴുതനയുണ്ട്, വയലറ്റ് വഴുതനയുണ്ട്, പച്ച വഴുതനയുണ്ട്, മുളകുകൾ പല ടൈപ്പുണ്ട്, അതുപോലെ വയലറ്റ് പയർ, പച്ചപ്പയർ, ഇങ്ങനെയുള്ള എല്ലാ ഇനം പച്ചക്കറികളും നട്ടു വളർത്താൻ നല്ല സമയമാണ് വേനൽക്കാലം. പക്ഷേ ചുവട്ടിൽ വെയിൽ കിട്ടാതെയും ചൂട് കിട്ടാതെയും അത്യാവശ്യത്തിന് വെള്ളവും ഒക്കെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കൃഷി ചെയ്താൽ മതി, നല്ല വിളവ് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിനെ വളർത്താനായിട്ട് നമ്മൾ വെക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വെച്ചു കൊടുക്കാവേ. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം കൊത്തമരയൊക്കെ വളർത്താനായിട്ട്. അപ്പം ഞാൻ ഈ സ്ഥലമാണ് ഇതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല നട്ട വെയിലാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ചെറിയ ചെടിയൊക്കെ വളഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ ഇതുപോലെ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ ഉടനെ ഇതുപോലെ വെയിൽ കിട്ടുന്നിടത്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇച്ചിരി തണലത്ത് വെച്ച് ചെടിയൊന്ന് ചൂട് പിടിച്ചതിന് ശേഷം ഈ സ്ഥലത്തേക്ക് എടുത്തു വെച്ചിട്ട് വളർത്തിയെടുത്താൽ മതി. പിന്നെ നമുക്ക് വേനൽക്കാലത്ത് വളർത്താൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതുണ്ട്. ഇതൊക്കെ ഓരോ ഇനം വെള്ളരിയാണ്. ഇത് പൊട്ടുവെള്ളരിയാണ്. അതുപോലെ പലതരത്തിലുള്ള ഇത് ചൗചൗവിൻ്റെ ചെടിയാണ്. അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. ഇതുണ്ടോ, പാവൽ കണ്ടോ, പാവൽ വളർത്താം, അതുപോലെ വെള്ളരി വളർത്താം, പടവലം വളർത്താം. അതൊക്കെ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ പടർന്നു കയറാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളിത് കഴിഞ്ഞ ദിവസം പറിച്ചു നടുന്ന കാണിച്ച സുന്ദരി ചീരയാണേ.
കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ പാൽച്ചീരയാണ്. പാൽച്ചീര ഇച്ചിരി വളർന്നത് കൂടിപ്പോയിട്ടുണ്ട്, നമുക്കിന്ന് വിളവെടുക്കണം. അതുപോലെ നമ്മുടെ കോളിഫ്ലവർ കണ്ടോ, ഇപ്പം അത് പൂവിട്ട് തുടങ്ങുക. എത്ര നല്ലോണം വിജയകരമായി വരും എന്നൊന്നും എനിക്കറിയത്തില്ല, ഭയങ്കര ചൂടല്ലേ. നമുക്കത് പരമാവധി നോക്കാം. ചുവട്ടിൽ തണുപ്പൊക്കെ കൊടുത്ത് ഇലയൊക്കെ ഇട്ട് നല്ലോണം അത് തണുപ്പിച്ചാണ് ഞാൻ ചുവടിന് തണൽ കിട്ടത്തക്ക രീതിയിൽ, തണുപ്പ് കിട്ടത്തക്ക രീതിയിലാണ് ഇപ്പോൾ വരെ നിർത്തിയിരിക്കുന്നത്. എങ്കിലും നമുക്ക് വിളവ് കിട്ടിക്കഴിഞ്ഞാലേ കിട്ടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ചെറിയ ഒരു ശ്രദ്ധ നമ്മൾ രാവിലെ ഒരു അരമണിക്കൂർ, വൈകുന്നേരം ഒരു അരമണിക്കൂർ ഇവരുടെ കൂടെ ചെലവിടാം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ നല്ല പച്ചപ്പോടെ നമ്മുടെ തോട്ടം വളർത്തി. ഇതിപ്പം ഞാൻ കണ്ടോ, ഈ നിൽക്കുന്നത് എൻ്റെ ടെറസിലെ കൃഷി ചെയ്യുന്ന സ്ഥലത്താണ്. നല്ല പച്ചപ്പോടെ ചെടി വളർത്താനും നല്ല വിളവ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു വിളവെടുപ്പും കൂടെ നടത്തിയിട്ട് വരാം. ഞാൻ എൻ്റെ ആദ്യം ഈ കുറച്ച് ചീര വിളവെടുക്കുവാണേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പാൽച്ചീരയിൽ അധികവും ഇവിടെ നിർത്തുക. അപ്പം ഇതൊക്കെ കണ്ടോ, പൂത്തു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അരി എടുത്ത് ഞാൻ നിങ്ങൾക്ക് തരാം. ഞാനിവിടെ പാകി നോക്കി കിളുക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ. പിന്നെ പാകി മുളപ്പിക്കുന്നതിൻ്റെ കാര്യം നിങ്ങളുടെ കയ്യിലാണ്. അപ്പം ഞാൻ ഇവിടുന്ന് 1-2 എണ്ണം മാത്രമാണ് മുറിച്ചെടുക്കുന്നത്. ഈ പാൽച്ചീരയുടെ ഒക്കെ പ്രത്യേകത കണ്ടോ, 1-2 തണ്ടെടുത്താൽ പോലും നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടുവേ. കണ്ടോ, ശേഖരങ്ങൾ ഇഷ്ടം പോലെ വരുന്ന ഒരു ചീരയാണ് ഈ പാൽച്ചീര ആയാലും സുന്ദരി ചീര ആയാലും. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കുറച്ചെണ്ണം നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അരി പാകമാകുമ്പം ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് നമ്മുടെ ഒരു മഞ്ഞ നിറത്തിലുള്ള ചെറുത്തക്കാളിയാണേ. ഈ കൊലയിലെ ഇത് ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. ഇന്ദിരത്തിൽ നിന്ന് നോക്കിയോ, മധുരം ഉണ്ടോ നോക്കി. നല്ല മധുരമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇത് കണ്ടോ, നമ്മുടെ തണ്ണിമത്തൻ, നമ്മളിവിടെ കൊടുക്കുന്ന തണ്ണിമത്തൻ്റെ വിത്ത് പാകി മുളപ്പിച്ചതാണേ. അപ്പോൾ ഇതുപോലെ തൂങ്ങിക്കിടന്നാലത്തെ കുഴപ്പം എന്നാണെന്നറിയോ, ഇവിടത്തിന് ഇങ്ങനെ ചെറുതായി പോകും, ഈ താഴെ വശം വീർത്തും വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുന്ന കാബേജിനെ വിളവെടുത്താലേ ഉള്ളൂ അവരെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കയറ്റി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ കാബേജ് ഒന്ന് മുറിച്ചെടുക്കട്ടെ. ഇപ്പം മഞ്ഞൊക്കെ മാറിയോണ്ടുണ്ടല്ലോ, ഇനി ഇവനെ ഇവിടെ നിർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഭയങ്കര തണ്ടുകട്ടിയായി ഈ കോളിഫ്ലവറിനായാലും കാബേജിനായാലും. കണ്ടോ, ഇതുപോലൊരു കാബേജ് ഒരെണ്ണം കൂടി ഇതിനകത്തുണ്ടേ. അതും കൂടി ഇനിയിപ്പം എടുത്തേക്കാം, അവിടെ നിർത്തിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ പറിച്ചിടത്തോളം ഇതായിട്ടില്ല, എന്നാലും ഞാനങ്ങ് മുറിച്ചെടുക്കും. അപ്പോൾ ഇതിങ്ങോട്ട് എടുക്കുവാണെങ്കിൽ നമ്മുടെ തണ്ണിമത്തനെ ഇതിനകത്തോട്ട് കയറ്റി വെക്കാനായിട്ട് ഇട കിട്ടും. കണ്ടോ, ഇപ്പോൾ അവിടെ ഇത്ര ഇട വന്നിട്ടുണ്ട് കണ്ടോ. ഇത് വലിയ കുഴപ്പമില്ല. നമ്മളിവിടെ നമ്മുടെ ജൈവ സ്ലറിയും ജൈവവളമൊക്കെ കൊടുത്തിട്ടുണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഇത്രയും മതി. നല്ല പൊട്ടാഷൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ കിട്ടും. പിന്നെ കോഴിവളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്ന വിളവാണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തു നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അപ്പം ഇതുപോലെ ഇവിടെ എല്ലാം പലയിടത്തുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ ഒരെണ്ണം. ഈ സമയത്ത് നമ്മൾ ഇതിനെ തൊടാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഇവിടെ ശോഷിച്ചിരിക്കുന്നത് എന്നാണെന്നറിയാം, ഇതുണ്ടായ സമയത്ത് ഇതിനെ ഇതുപോലത്തെ സ്പ്രിങ് പോലത്തെ വള്ളി ചുറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇച്ചിരി കൂടെ വലുതായിട്ട് വേണം ഇതിനെ എടുത്ത് അകത്തോട്ട് വെക്കാം. നമ്മൾ തൊട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്തെങ്കിലുമൊക്കെ കേടുവന്ന് പിന്നെ പോവും. ഇത് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയാണേ. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ചുവടെല്ലാം പോയിട്ട് പിന്നെ പതുക്കെ ഉണ്ടായി തുടങ്ങുന്നതാണ് കണ്ടോ. ചെറിയൊരു കായാണ്. ഇവിടെ അതുപോലൊരു ചെറുതുണ്ട്, ഞാനങ്ങ് പറിച്ചെടുക്കുവാണ്, അല്ലെ പിന്നെ അതവിടെ നിന്നങ്ങോട്ട് പോവും. അപ്പം നമുക്ക് നമ്മുടെ കാബേജ് എടുത്തുകൊണ്ട് പോവാം. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ തോട്ടത്തിൽ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണേ. ഇതുപോലത്തെ വള്ളിച്ചെടികളാണെങ്കിൽ അവരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് ചുറ്റി മേളിലോട്ട് കയറാനോ അല്ലെ എവിടെയാണോ നിങ്ങൾ പടർത്തുന്നത് അവിടെ കൂടെ ചുറ്റി കയറി പോകാനുള്ളൊരു സൗകര്യം നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഇവിടെ എവിടെയോ ഒരു പൂ ഇന്നുണ്ടായിട്ടുണ്ടായിരുന്നു, അത് കൂമ്പി കണ്ടോ. ഇത് ബട്ടർനട്ടാണേ. ബട്ടർനട്ട് എന്നൊക്കെ പറഞ്ഞാൽ മത്തയുടെ വിഭാഗത്തിൽ പെട്ടതാണ്. ഒരു 10 മണി കഴിയുമ്പോൾ അതിൻ്റെ പൂക്കൾ കൂമ്പിപ്പോവും. അപ്പം ഞാൻ ഇതിന് ഇന്ന് പോളിനേഷൻ നടത്തി കൊടുത്തിട്ടില്ല. ചിലപ്പോൾ മാത്രമാണേലേ ഇത് കായ പിടിക്കത്തുള്ളൂ. നമ്മൾ പോളിനേഷൻ നടത്തി കൊടുത്തതാണെങ്കിൽ നമുക്ക് ഉറപ്പായും കായ പിടിക്കുമെന്ന് പറയാം. പക്ഷേ ഇതിനിപ്പോൾ ചെയ്തു കൊടുത്തിട്ട് വലിയ കാര്യമില്ല. ഇന്ന് നമുക്ക് വിളവെടുക്കാൻ കുറച്ച് തക്കാളിയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം പാത്രം നിറയെ തക്കാളി വിളവെടുത്തതല്ലേ. മാത്രമല്ല ഈ കൊടുംചൂട് തുടങ്ങിക്കഴിയുമ്പോഴല്ലോ തക്കാളിക്ക് ഇച്ചിരി തളർച്ചയാണ്. അപ്പോൾ അത് ഇത്രയും കൂടെ ഉള്ളൂ ഇന്ന് തക്കാളി. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ അത് നമ്മുടെ പയറൊക്കെ ഇവിടെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്, കായ പിടിച്ചു തുടങ്ങി. അപ്പം 5-6 എണ്ണമൊക്കെ നമുക്ക് പറിച്ചെടുക്കാനുള്ളൂ. ഇത് കണ്ടോ, ഇതൊരു വയലറ്റാണേ. അപ്പോൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇത്രയും സാധനങ്ങൾ ഈ കൊടും ചൂടിലും
വിളവെടുക്കാനായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഇന്ന് ഇത്രയും എടുത്തിട്ട് നിർത്താം. അടുത്ത ആഴ്ചയും നിങ്ങൾക്ക് വിളവെടുക്കണ്ടേ? എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.